ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതും ഞെട്ടി ഉണർന്നുള്ള അർച്ചനയുടെ ആശങ്കയുള്ള ചോദ്യം കേട്ട് സച്ചി അർച്ചനയോട് പറഞ്ഞു, എടോ താനിങ്ങനെ ടെൻഷൻ ആവാതെ, എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് കുഞ്ഞിനെ പോയി കാണാം. അതോടെ തന്റെ ഈ ആശങ്കയൊക്കെ മാറുമല്ലോ. ഇപ്പോ ഈ സമയത്ത് വെറുതെ ആതിരയെ വിളിച്ച് അവരെയൊക്കെ ടെൻഷനാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നിത്യ സിസ്റ്റർ കുഞ്ഞുമായി നേരെ ആതിരയുടെ അരികിലേക്ക് എത്തുന്നു. ആതിരയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറിയതിനു ശേഷം കുഞ്ഞ് വല്ലാതെ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ശിവരാമന്റെ ഭാര്യയുടെ അരികിലേക്ക് സന്ദീപിന്റെ കുഞ്ഞുമായി മറ്റൊരു സിസ്റ്ററും എത്തി. അങ്ങനെ കുഞ്ഞുങ്ങളെ രണ്ടുപേരുടെയും കയ്യിൽ മാറി മാറി കൊടുത്തതിന്റെ സന്തോഷത്തിലായിരുന്നു നിത്യ. എന്തായാലും കുട്ടികൾ മാറിപ്പോയതിന്റെ കാര്യം മറ്റാരും തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ള ആശ്വാസത്തിൽ അവരവിടെ നിന്ന് പോകുമ്പോൾ ആതിരയുടെ കയ്യിലേക്ക് വന്ന ആ കുഞ്ഞ് കരച്ചിൽ നിർത്താതെ വീണ്ടും ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഇതേസമയം ശിവരാമന്റെ അരികിൽ വന്ന കുഞ്ഞും അതേ രീതിയിൽ തന്നെ കരഞ്ഞു തുടങ്ങി. ഈ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ നിത്യ ഉടനെ തന്നെ മാറി നിന്ന് അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവന്തിക കോൾ എടുത്തതും, നീ എന്താ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പരാജയപ്പെട്ടു എന്ന് പറയാനാണോ വിളിച്ചതെന്ന് ചോദിച്ചതും, അല്ല, ഞാൻ ഇത്തവണ മേഡം പറഞ്ഞ കാര്യം വളരെ ഭംഗിയായി തരം നിർവഹിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാനാ വിളിച്ചതെന്ന് അറിയിച്ചതോടെ വളരെ സന്തോഷത്തോടെ അവന്തിക പറഞ്ഞു, നീ ഇപ്പോ പറഞ്ഞ ഈ സന്തോഷ വാർത്തയ്ക്കുള്ള പാരിതോഷികം ഉടനെ തന്നെ ഞാൻ നിനക്ക് തരുന്നുണ്ട്. ഇന്ന് തന്നെ അത് നീ അറിയുകയും ചെയ്യും. നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞതിലും കൂടുതലാണ് നിനക്ക് തരാൻ പോകുന്ന തുക എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതോടെ സന്തോഷത്തോടെ അവന്തിക നിന്നു. എന്തായാലും ഇത്തവണത്തെ എന്റെ ഉദ്യമം അത് ഒരു കാരണവശാലും പാഴായില്ലല്ലോ എന്ന അഹങ്കാരമായിരുന്നു അവന്തികയുടെ മനസ്സിലാകെ. പിന്നീട് കാണുന്നത് ആതിര എത്ര കുഞ്ഞിനെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്താതെ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരുന്നു. അതേ അവസ്ഥ തന്നെ ശിവരാമന്റെ അരികിലിരുന്ന് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഭാര്യയും സങ്കടത്തോടെ പറഞ്ഞു. ശിവരാമൻ കുഞ്ഞിനെ കുറച്ചു നേരത്തേക്ക് ഒന്ന് പുറത്തേക്കൊന്ന് ഇറക്കി നോക്കാനാ പറഞ്ഞിട്ടും ഭാര്യ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താത്തിൽ സംശയം പ്രകടിപ്പിച്ചു. അപ്പോഴേക്കും ശിവരാമൻ പറഞ്ഞു, എന്തായാലും ഞാൻ സിസ്റ്ററെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് ശിവരാമൻ ഒരു നേഴ്സിനെ അരികിലേക്ക് വിളിപ്പിച്ചു. അവർ കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ കുഞ്ഞിനെ സമാധാനപ്പെടുത്താനായി കുഞ്ഞുമായി വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി അർച്ചന എത്തിയത്. അർച്ചന കുഞ്ഞ് കരയുന്നത് കണ്ടതോടെ സിസ്റ്ററോട് ചോദിച്ചു, എന്തു പറ്റി സിസ്റ്റർ, കുഞ്ഞ് കരച്ചിലാണല്ലോ, അതെ, നിർത്താതെ കരയുകയാണ് എന്ന് ആ സിസ്റ്റർ പറഞ്ഞത് കേട്ട് അടുത്ത് നിന്ന് ശിവരാമനെ നോക്കി അർച്ചന ചോദിച്ചു, ചേട്ടന്റെ കുട്ടിയാണോ ഇത്, ഞാനൊന്ന് എടുത്തോട്ടെ? കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ട എനിക്ക് വല്ലാത്ത സങ്കടമാണെന്ന് അർച്ചന പറഞ്ഞതും അതിനെന്താ, എടുത്തോളാനായി ശിവരാമൻ മറുപടി നൽകി. ഉടനെ അർച്ചന ആ കുഞ്ഞിനെ കയ്യിലെടുത്തതും കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കുന്നു. കുഞ്ഞിനെ സമാധാനപ്പെടുത്തി അർച്ചന കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം സിസ്റ്ററുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. സിസ്റ്റർ കുഞ്ഞുമായി പോകുമ്പോൾ ശിവരാമൻ അതിശയത്തോടെ അർച്ചനയെ നോക്കി. കുഞ്ഞിന്റെ കരച്ചിൽ മാറിയതും കുഞ്ഞിനെ സമാധാനപ്പെടുത്തിയതിലും നന്ദി അറിയിച്ചുകൊണ്ട് ശിവരാമനും അകത്തേക്ക് പോന്നു. അതിനുശേഷം അർച്ചന നേരെ ആതിരയുടെ അരികിലേക്ക് എത്തി. ആതിര കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാനാകാതെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് അർച്ചന അരികിലേക്ക് എത്തിയത്. അർച്ചന കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് പറഞ്ഞു, മോളെ, കുഞ്ഞിനെ കുറച്ചു നേരം പുറത്തെ ശുദ്ധവായുവൊക്കെ ശ്വസിപ്പിക്കാനായിട്ട് അനുവദിക്കണം. അങ്ങനെ പുറത്തുകൂടിയൊക്കെ നടന്നു കഴിയുമ്പോൾ കുഞ്ഞിന്റെ ഈ സങ്കടവും വിഷമവും ഒക്കെ മാറും. അതാ നല്ലത്. കുഞ്ഞ് കുറച്ചു നേരം പുറത്ത് നിൽക്കട്ടെ, ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുറച്ചൊക്കെ നടക്കാം. അപ്പൊ പിന്നെ ഈ അകത്ത് തന്നെ, ഈ മുറിയിൽ തന്നെ ഇരുന്നിട്ടാണ് കുഞ്ഞിന് ഇങ്ങനത്തെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്ന് ആതിരയോട് അർച്ചന പറയുന്നു. അത് ശരി തന്നെയാണെന്ന് ആതിരയും സമ്മതിച്ചു. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിലേക്ക് വന്നിറങ്ങുന്ന ശിവരാമൻ ആ വാതുക്കലേക്ക് കയറുമ്പോൾ നെല്ലിശ്ശേരി വീട് നോക്കിയിട്ട് ശിവരാമൻ മനസ്സിൽ പറഞ്ഞു, ഇനി മുതൽ എന്റെ മോള് ജീവിക്കേണ്ടത് ഈ വീട്ടിലാണ്, എന്റെ കുഞ്ഞു വളരേണ്ടത് ഈ വീട്ടിലാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവരാമൻ അകത്തേക്ക് കയറി വരുമ്പോൾ സിറ്റ് ഔട്ടിലേക്ക് സേതുമാധവൻ എത്തി. ശിവരാമനെ കണ്ടത്, എന്തിനാണോ താൻ ഇവിടേക്ക് വന്നത്? അന്ന് തനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടതാണ്. അന്ന് തന്നെ അവിടെ കമ്പനിയിൽ നിന്ന് പറഞ്ഞയച്ചതുമാണ്. ഇനി തനിക്ക് യാതൊരു മാപ്പും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെ ഞാൻ ഇനി ഒരിക്കലും പരിഗണിക്കുകയുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അത് കേട്ടതും ശിവരാമൻ പറഞ്ഞു, സർ, അങ്ങനെ പറഞ്ഞു പോകരുത് സർ. എന്റെ അവസ്ഥ സാർ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് അതിനുശേഷം നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല. എന്റെ കുടുംബം ആകെ പട്ടിണിയിലാണ് സർ. എന്റെ കുടുംബത്തെ പുലർത്തിക്കൊണ്ടു പോകാൻ ഞാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ എനിക്ക് ഒരു പെൺകുഞ്ഞും ജനിച്ചു. ഇവിടുത്തെ സന്ദീപ് സാറിന്റെ ഭാര്യയെ പ്രസവിച്ച അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അതേ ദിവസം തന്നെയാണ് എന്റെ ഭാര്യയും പ്രസവിച്ചത്. ഇത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചത്. ഞാനും എന്റെ ഭാര്യയും ജീവിതം അവസാനിപ്പിക്കാനായി തയ്യാറെടുത്ത ആ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സന്തോഷ വാർത്ത ഞങ്ങളെ തേടിയെത്തിയത്. കാത്തിരിപ്പുകൾക്ക് ശേഷമുണ്ടായ ആ കുഞ്ഞിനെ, ദൈവം തന്ന ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ടാണ് സർ
ആ കുഞ്ഞിന്റെ ജീവൻ ഞാൻ എടുക്കാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ഒരിക്കലും ഇതുപോലൊരു ആവശ്യമായി സാറിന് മുന്നിൽ വന്ന് നിൽക്കുകയില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശിവരാമൻ കൈകൂപ്പി പേ- താണുകയാണ് അപേക്ഷിക്കുന്ന കണ്ട് ശിവരാമകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് സേതുമാധവൻ വല്ലാതെ നിന്നു. അപ്പോഴാണ് ഇല്ല, നടക്കില്ല എന്ന് പറഞ്ഞ് അവന്തിക വാതുക്കലേക്ക് എത്തിയത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇനി തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. അത്രത്തോളം മോശമായ പ്രവൃത്തിയാണ് നിങ്ങൾ ഈ കമ്പനിയിൽ കാഴ്ചവെച്ചത്. നിങ്ങളെപ്പോലെ ഒരാൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തി ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവന്തിക മുന്നിലേക്ക് വന്നു. അവന്തികയുടെ സംസാരം കേട്ടതോടെ എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് സേതുമാധവൻ. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അച്ഛാ, ഇയാൾ ചെയ്ത ചതിക്ക് ഇയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ഇയാളുടെ ജീവിതം എങ്ങനെയായാലും അതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല ചാ. അതുകൊണ്ട് തന്നെ ഇനി ഇയാൾക്കൊരു മാപ്പ് നൽകാനോ ഇയാൾക്ക് നല്ലൊരു ജോലി നൽകാനോ നമ്മൾ ശ്രമിക്കുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. അതുകൊണ്ട് അച്ഛൻ ഇയാൾ പറയുന്നൊന്നും കേൾക്കണ്ട. അയാൾക്ക് മാപ്പ് കൊടുക്കാനോ അയാളെ ഇനി ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനോ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് സേതുമാധവനോട് അവന്തിക ശിവരാമനെതിരെ സംസാരിക്കുന്നു. എല്ലാം കേട്ടു നിൽക്കുന്ന സേതുമാധവൻ, മോളെ, അയാൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു. നമ്മുടെ സന്ദീപിനും കുഞ്ഞു ജനിച്ച ഇതേ ദിവസം തന്നെയാണ് അയാളും അച്ഛനായിരിക്കുന്നത്. ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ഇയാൾ ചെയ്ത പ്രവൃത്തികൾ തൽക്കാലത്തേക്ക് ക്ഷമിക്കാമെന്നാണ് ഞാൻ കാണുന്നത് എന്ന് സേതുമാധവൻ അറിയിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു, വേണ്ടച്ചാ, ഇയാൾ ശരിക്കും കഷ്ടപ്പെടണം. അതാണ് വേണ്ടത്. ഇയാൾ ചെയ്ത പ്രവൃത്തികൾക്ക് ഇയാൾ കഷ്ടപ്പെട്ട് തന്നെ വേണം ജീവിക്കാൻ. അതിന് ഇതല്ലാതെ വേറൊരു മാർഗവും ഞാൻ പറയുന്നില്ല. അയാൾക്ക് ഇനി ജോലി കൊടുക്കണ്ടെന്ന് തന്നെയാണ് അച്ഛാ എന്റെ തീരുമാനം എന്ന് സേതുമാധവനോട് അവന്തിക അറിയിച്ചു. അങ്ങനെ ആകെ വിഷമിച്ച് ശിവരാമൻ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് അർച്ചന വന്നിറങ്ങി. അർച്ചന നേരെ സിറ്റൗട്ടിലേക്ക് വന്നത് അവിടെ നിൽക്കുന്ന ശിവരാമനെ കണ്ടതോടെ അർച്ചന ചോദിച്ചു, ചേട്ടൻ എന്താ ഇവിടെ? അപ്പോഴേക്കും ഉടനെ കുട്ടി എന്താ ഇവിടെ എന്ന് ശിവരാമൻ അർച്ചനയോട് അന്വേഷിച്ചു. ഉടനെ തന്നെ ശിവരാമനോട് സേതുമാധവൻ പറഞ്ഞു, ഇത് സച്ചിയുടെ ഭാര്യയാണ്, ഈ വീട്ടിലെ രണ്ടാമത്തെ മരുമകൾ എന്ന് സേതുമാധവൻ അറിയിച്ചു. മോളെ, ഇയാൾ നമ്മുടെ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു മുൻപ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ, വലിയൊരു ചതി കാട്ടിയതിന്റെ പേരിൽ ഇയാൾ അവിടെ നിന്ന് പറഞ്ഞയച്ചതാണ്. കമ്പനിയിൽ നിന്ന് ഇയാളെ ഡിസ്മിസ് ചെയ്തതാണ്. ലക്ഷങ്ങളുടെ തിരിമറി നടത്താനാണ് ഇയാൾ ശ്രമിച്ചത്. ഇയാൾ അന്ന് ആ കമ്പനിയിൽ തുടർന്നിരുന്നെങ്കിൽ ഇന്ന് ഇയാളുടെ പോസ്റ്റ് എന്തായിരിക്കുമെന്ന് അറിയാമോ? ഇയാൾ അന്ന് അവിടെ തുടർന്ന് പോവുകയായിരുന്നെങ്കിൽ അയാൾ അന്ന് കട്ടെടുക്കാൻ ശ്രമിച്ച ഇയാൾ മോഷ്ടിക്കാനെടുത്ത ആ തുക അയാളുടെ ഒരു മാസത്തെ ശമ്പളമായി ഇന്ന് അയാളുടെ അക്കൗണ്ടിൽ കയറുമായിരുന്നു. അതൊക്കെ സ്വയം വരുത്തി വെച്ച വിനയാണിതെല്ലാം എന്ന് പറഞ്ഞ് അവന്തിക അയാളെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് ഉടനെ അർച്ചന പറഞ്ഞു, എടുത്തി, എന്തായാലും അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ സേതുമാധവൻ പറഞ്ഞു, മോളെ, നമ്മുടെ സന്ദീപ് അച്ഛനായ അതേ ദിവസം തന്നെ ഇദ്ദേഹവും ഇയാളും അച്ഛനായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും തൽക്കാലം ഇയാൾ ചെയ്ത തെറ്റ് ക്ഷമിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും ഇങ്ങനെ ഒരു തെറ്റ് ഇയാൾ ആവർത്തിക്കുകയില്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു ജോലി നൽകാമെന്ന് എന്റെ തീരുമാനം. അത് ഞാൻ അവന്തികയോട് പറഞ്ഞപ്പോ അവന്തിക അതിനോട് എതിർപ്പ് കാട്ടുകയാണ്. മോളുടെ തീരുമാനം എന്താ? അതുകൂടെ കേട്ടിട്ട് ഒരു തീരുമാനത്തിലെത്താം എന്ന് സേതുമാധവൻ പറയുമ്പോ അത് കേട്ടതും അർച്ചന പറഞ്ഞു, അച്ഛാ, ഇക്കാര്യത്തിൽ ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ്? അത് മാത്രമല്ല, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നടന്ന സംഭവമാണല്ലോ അച്ഛാ ഇത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കൃത്യമായി പറയാനാവില്ല. പിന്നെ എല്ലാം കേട്ടതിന് ശേഷം എന്റേതായ ഒരു അഭിപ്രായം ഞാൻ അച്ഛനോട് പറയാം. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റ് മനസ്സിലാക്കി പശ്ചാത്താപം ഉണ്ടായ സ്ഥിതിക്ക് അദ്ദേഹത്തെ ഇനിയും ഈ രീതിയിൽ വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു ജോലി നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ജോലി നൽകുമ്പോൾ നമ്മുടെ കമ്പനിയിൽ പക്ഷേ കൊടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അത് കേട്ടതും സേതുമാധവൻ ഞെട്ടലോടെ നോക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അച്ഛാ, ഞാൻ അങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ കമ്പനിയിൽ ഇപ്പോ ഇദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തവരൊക്കെ ഇദ്ദേഹത്തെ അന്ന് കുറ്റക്കാരനായി കണ്ടതുകൊണ്ട് ഇനി ഇദ്ദേഹത്തെ നമ്മുടെ കമ്പനിയിൽ ആരും തന്നെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിക്കാനോ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബഹുമാനം നൽകാനോ ആരും തയ്യാറായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് നമ്മുടെ ഓഫീസിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജോലി കൊടുക്കുന്നതായിരിക്കും വെച്ചാൽ നല്ലത് എന്ന് അർച്ചന പറയുമ്പോ അത് കേട്ടതും ഉടനെ തന്നെ അവന്തിക പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ? അപ്പോഴേക്കും അർച്ചന അവന്തികയോട് ചോദിച്ചു, എടുത്തി, ഇദ്ദേഹം ചെയ്ത തിരിമറി അതൊരു തെറ്റാണ് ആയിട്ട് എടുത്തി പറയുമ്പോ എടുത്തി നമ്മുടെ കമ്പനിയിൽ നിന്ന് കാണിച്ച തിരിമറികളെ കുറിച്ച് നമ്മൾ കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. അത് എടുത്തി മറന്നു പോകുന്നു. ഇദ്ദേഹത്തിന് നൽകുന്ന തെറ്റ് എന്ത് ശിക്ഷയാണോ നൽകുന്നത് അതേ ശിക്ഷ എടുത്തിയും അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ തന്നെ
ഏട്ടത്തിക്ക് എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏട്ടത്തിയും അതിന് ശിക്ഷ അനുഭവിക്കേണ്ടയാളല്ലേ? ഏട്ടത്തിയെ ചെയ്തു വെച്ച പ്രവൃത്തികൾക്ക് കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അച്ഛ ഒന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹത്തിന് നമ്മുടെ ഓഫീസിൽ ഒഴിച്ച് മറ്റെവിടെയെങ്കിലും ഒരു ജോലി നൽകിയാൽ നന്നായിരിക്കും എന്ന് അർച്ചന അറിയിച്ചതും സേതുമാധവൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരിയാ, മോള് പറഞ്ഞത് സത്യം തന്നെയാണ്. നമ്മുടെ ഓഫീസിലല്ലാതെ മറ്റെവിടെയെങ്കിലും ശിവരാമൻ ഒരു ജോലി നൽകാം. ഇനിയും ശിവരാമൻ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ നിന്നോ. ഈ വീട്ടിലെ ഒരു കാര്യസ്ഥനെ പോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി മാസം നല്ലൊരു ശമ്പളവും തരാം. എന്താ, അത് മതിയില്ലേ ശിവരാമ എന്ന് ചോദിച്ചതും മതി സാർ, എനിക്ക് എന്ത് ജോലി ആയാലും കുഴപ്പമില്ല, എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് ശിവരാമൻ അറിയിച്ചതും സേതുമാധവൻ പറഞ്ഞു, ശരി, പണ്ടത്തെ പോലെ ഇനിയും ചതിച്ചാൽ അന്നത്തെ പോലെ ഇനി ഞാൻ ശ്രമിച്ചെന്ന് വരില്ല, മനസ്സിലായാലോ? എന്തായാലും നാളെ മുതൽ ഇവിടെ ജോലിക്ക് വന്നോളൂ. ഈ വീട്ടിലെ ഒരു കാര്യസ്ഥനായി തന്നെ തനിക്ക് നിൽക്കാം. ഇതിൽ കൂടുതൽ തൽക്കാലത്തേക്ക് തനിക്ക് മറ്റൊരു ജോലി കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇനിയും ഈ കുടുംബത്തോട് ഏതെങ്കിലും വിധേയ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ക്ഷമയും താൻ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സേതുമാധവൻ മടങ്ങുമ്പോൾ അർച്ചനയും അവിടെ നിന്ന് പോകുന്നു. അർച്ചനയുടെയും സേതുമാധവനും പോയെന്ന് ഉറപ്പായതോടെ അവന്തിക ശിവരാമനോട് പറഞ്ഞു, എന്തായാലും ഈ പ്രശ്നം ഇത്ര വേഗം ഇങ്ങനെ സോൾവ് ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും നന്നായി. ഇപ്പോ ശിവരാമന് സന്തോഷമായല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം ശിവരാമനും കിട്ടിയതിൽ സന്തോഷമില്ലേ? ഇനിയിപ്പോ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. ശിവരാമൻ നാളെ മുതൽ ജോലിക്ക് ഇവിടേക്ക് എത്തുക. അതാണ് ശിവരാമന്റെ അടുത്ത പ്രവൃത്തി. ഇനി അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവന്തിക ശിവരാമനെ പറഞ്ഞയക്കുന്നു. പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടർ ആതിരയുടെ കുഞ്ഞിന്റെ അരികിലേക്ക് വന്ന് കുഞ്ഞിനെ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. എന്തായാലും കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം, ചെക്കപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിനെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ അടുത്തായിട്ടാണ് വീടെങ്കിൽ നമുക്ക് നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി കഴിയുമ്പോൾ സന്ദീപ് നീ എന്താ മനുഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കാര്യം പറയുന്നതിൽ അച്ഛന് വിഷമമൊന്നും തോന്നരുത്. നമുക്ക് ആതിരയും കുഞ്ഞിനെയും നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോയാലോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഞ്ഞിന് ഇങ്ങനെ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നെല്ലിശ്ശേരി ആകുമ്പോൾ ഇവിടെ തൊട്ടടുത്താണല്ലോ. അതുകൊണ്ട് നെല്ലിശ്ശേരിയിൽ നിന്ന് വരാനല്ലേ എളുപ്പം. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ലേ അച്ഛൻ നല്ലത് എന്ന് സന്ദീപ് ചോദിച്ചതോടെ ആതിരയും അമ്മ കമലമ്മയും കൂടി ആകെ വിഷമത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നു.